ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എണ്ണയോ പാലോ മുട്ടയോ എസൻസോ ഒന്നും തന്നെ വേണ്ട. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. പിന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം നമ്മുടെ ചാനലിലോട്ട് അൺബോക്സ് ചെയ്യാനായിട്ടൊരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മെഷർമെൻറ്റ് കപ്പൊന്നും എടുക്കുന്നില്ല. സാധാരണ വീട്ടിലുള്ള ഒരു സ്റ്റീൽ കപ്പാണ് എടുത്തേക്കുന്നത്. അതിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കണം. ഇനി അതേ കപ്പിന് തന്നെ 1/2 കപ്പ് കട്ടത്തൈര്, അതായത് അധികം പുളിപ്പില്ലാത്ത കട്ടത്തൈര് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിൽ തന്നെ ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ നേരിട്ട് നമുക്ക് മാവ് അരച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എടുത്തിട്ടില്ല, 1/4 കപ്പ് മൈദ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു കേക്കിന് പാലൊന്നും ചേർക്കുന്നില്ല, മുട്ട ചേർക്കുന്നില്ല, എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് സാധാരണ നമ്മൾ സ്പൂണോ വിസ്കോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം നമുക്കറിയാം എത്രത്തോളം വെള്ളം ചേർക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, മൊത്തം 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആ ഒരു ബാറ്റർ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിൽ, ഞാനിവിടെ എടുക്കുന്ന ഒരു സാധാരണ സ്റ്റീൽ പാത്രമാണ്, അതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് താഴെ ഒരു ചെറിയ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അതിൽ ഒന്ന് ആവി വന്ന്, ഞാൻ ഇതുപോലെ ഒരു അരിപ്പയുള്ള പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ നനവ് നമ്മുടെ കേക്കിൽ വീഴില്ല. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് 1-2 ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് കറക്റ്റ് ഒരു 40 മിനിറ്റ് വേവിച്ചെടുത്താൽ കറക്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. പിന്നെ ഇത് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കേക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് എന്താണ് അൺബോക്സ് ചെയ്യാൻ കിട്ടിയെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറായ വിവൈ ഹാൻഡ്മെയ്ഡ്സ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിലുള്ളത് ഹാൻഡ് മെയ്ഡ് ആക്സസറീസ് ആണ്. അപ്പം കുഞ്ഞുങ്ങൾക്കും ലേഡീസിനുള്ളതാണ് കൂടുതലായിട്ട് അതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കുന്ന ഒരു ഫോൺ സ്ട്രാപ്പാണ്, അതായത് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫോൺ സ്ട്രാപ്പാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് വെച്ചാൽ ബ്ലാക്കും ഗോൾഡിൻ്റെ ഒരു ബീഡ് കോമ്പിനേഷനാണ്, ബ്ലാക്ക് വൈറ്റ് ഗോൾഡ്, ആ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സാണ്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിലും കൂടെ അവരത് നമുക്ക് അതായത് കസ്റ്റമൈസ് ചെയ്തു തരും. അപ്പോൾ ഈ ഒരു സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുമാത്രമല്ല പ്രൈസും കൊടുക്കാം. പിന്നെ നമുക്ക് കിട്ടിയതൊരു കുഞ്ഞു ക്രോസ് ബാഗാണ്, ഒരു ചെറിയൊരു പൗച്ച് മോഡൽ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പ്ലാസ്റ്റിക് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. ഹൈ ക്വാളിറ്റി പേൾസ് ആണ് കേട്ടോ. അപ്പോൾ അത് പുറമേ കാണുമ്പോൾ നല്ല അടിപൊളി ഷൈനിങ് ആണ് ഈ ഒരു പേൾസിന്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്, കാണുന്ന പോലെയല്ല. അപ്പോൾ ഹൈ ക്വാളിറ്റിയിലുള്ള പേൾസും ബീഡ്സും വെച്ചിട്ടാണ് അവരെല്ലാ ആക്സസറീസും ചെയ്യുന്നത്. അപ്പോൾ നല്ല യുണീക്കായിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയോ എന്ന് നോക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്, നിങ്ങൾ ആരും ഇങ്ങനെയൊന്നും പിടിക്കരുത്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർക്കിലൊന്നും ഒട്ടും തന്നെ മാവൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഈ കേക്കിന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടുന്ന ഒരു ഏറ്റവും ടോപ്പിൽ ചെയ്യാനുള്ള ലെയർ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജാം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ജാം തന്നെയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ, ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഇനി അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ കട്ടി ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ലൂസായി തുടങ്ങും. 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇതാണ് എൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. ഇനി നമ്മുടെ കേക്ക് ആ ബട്ടർ പേപ്പറിൽ നിന്ന് മാറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടയോ പാലോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഈ കേക്ക് സോഫ്റ്റായി കിട്ടില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അല്പം ഒന്ന് പൊങ്ങി വന്നിട്ടില്ല, ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാവും. കാരണം പലർക്കും എണ്ണയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ജാമിൻ്റെ കൂട്ട് ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജാം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഉണ്ടെങ്കിൽ ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ജാമും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ കേക്കിൻ്റെ സൈഡിലായിട്ടൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത പൈപ്പിംഗ് ബാഗാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യണം എന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ, അതായത് ലാസ്റ്റ് വീഡിയോ, ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒരുപാട് കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് നമ്മുടെ വീഡിയോയിൽ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സൈഡിൽ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ എല്ലാവരുടെയും പേര് എടുത്ത് പറയണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോ അല്പം ലെങ്തി ആയിട്ട് പോവും, അതുകൊണ്ടാണ് പറയാത്തത്. എന്തായാലും ഞാൻ ഈ സൈഡിലെല്ലാം എഴുതി കാണിക്കാം, എല്ലാവരുടെ പേരും എഴുതി കാണിക്കാം. പിന്നെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഒരു ലെയർ മാറ്റി വെച്ചില്ലേ, അതിനെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിന് ചുറ്റും, ഈ കേക്കിന് ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി, നല്ല പഞ്ഞി പോലത്തെ കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.